2026 എൻട്രൻസ് ഓപ്പൺ ആവാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കരമായ സെലിബ്രേഷൻസിലാണ് ഇപ്പോൾ. റിസൾട്ട്സ് പാർട്ടി, ന്യൂ ഇയർ പാർട്ടി, പിന്നെ ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ന്യൂ ഇയർ റെസൊല്യൂഷൻസിന്റെ മേളാണ് ഇപ്പോൾ. നമുക്ക് സ്മോക്കിംഗ്, ആൽക്കഹോള്, അതേപോലെ ന്യൂ ഇയർ ഏർലി വേക്കപ്പ്, അങ്ങനെ ഒരുപാട് റെസൊല്യൂഷൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഡിസംബർ 31 നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും റെസൊല്യൂഷനോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഡിസംബർ 31 രാത്രിയാവുന്നു, നമ്മുടെ ലേറ്റ് ആയിട്ട് നമ്മൾ ഉറങ്ങണം. പിന്നെ ഏർലി മോർണിംഗ് നമുക്ക് വേക്കപ്പ് ബുദ്ധിമുട്ടാണ്. കാരണം ജസ്റ്റിഫിക്കേഷൻ ഒബ്വിയസ്ലി നമുക്ക് ഉണ്ടല്ലോ. തലേദിവസം നമ്മൾ രാത്രി ലേറ്റ് ആയി, അപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് വേക്കപ്പ് ഒക്കെ നമ്മൾ റെസൊല്യൂഷൻ എടുത്താലും അത് പ്രാക്ടിക്കൽ അല്ല. ഓക്കെ, സെക്കൻഡ് ഡേ ആയി. ഈ തലേദിവസത്തെ ക്ഷീണം പിന്നെയും നമുക്ക് അവിടെ ബാക്കി കിടക്കുക, ക്യാരി ഫോർവേഡ് ആവുകയാണ്. സെക്കൻഡ് ഡേ പോയി. തേർഡ് ഡേ പിന്നെ നമ്മൾ റെസൊല്യൂഷൻ എടുത്തതല്ലേ, നമുക്ക് ചെയ്യണ്ടേ, നമ്മൾ ഒന്ന് ട്രൈ ചെയ്യും. ഫോർത്ത് ഡേ നമ്മൾ ഒന്നുകൂടി ട്രൈ ചെയ്യും. ഫിഫ്ത്ത് ഡേ ആകുമ്പോഴേക്കും നമ്മൾ ടയേർഡായി. പിന്നെ സിക്സ്ത് ഡേ ആകുമ്പോഴേക്കും എഗെയിൻ ബാക്ക് ടു ദി പവലിയൻ. നമ്മൾ സാധാരണ നമ്മൾ എന്താണോ അത് നമ്മളായി, അല്ലേ? ഇതാണ് നമ്മൾ നോർമലായി നമ്മൾ പോയിരിക്കുന്ന കാര്യങ്ങൾ. ഞാനും ഇതേപോലെ തന്നെ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തിരുന്ന കാലങ്ങളുണ്ടായിരുന്നു. ഈ കാലങ്ങളിൽ എനിക്ക് വല്ലാത്ത കഷ്ടം പിടിച്ച സമയമായിരുന്നു. ഈ സമയത്ത് ജോത്സ്യനെ കാണാൻ പോക്ക് എൻ്റെ ഒരു മെയിൻ ഹോബിയായിരുന്നു. കാരണം ഇപ്പോഴും കഷ്ടകാലങ്ങളാണല്ലോ. ജോത്സ്യനെ കാണാൻ പോയപ്പോൾ ജോത്സ്യൻ പറഞ്ഞ കാര്യം കാളസർപ്പയോഗം. 10 വർഷം നിങ്ങൾക്ക് നോക്കണ്ട, നിങ്ങൾക്ക് ഇനി ഒന്നുമില്ല. ജാതകം അങ്ങനെ മടക്കി എൻ്റെ കയ്യിൽ തരികയാണ്. കാളസർപ്പയോഗം, നിങ്ങൾ കാളഹസ്തിയിൽ പോയി തൊഴുതിട്ട് ഇങ്ങോട്ട് പോവാം. അതായത് തിരുപ്പതിയിൽ കാളഹസ്തിയിൽ പോയി തൊഴുതിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോവാം. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ജാതകത്തിൽ. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല എനിക്ക്. അങ്ങനെ ജാതകം മാറ്റി വെക്കാൻ പറ്റില്ല, മാറ്റി തിരുത്താൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനൊരു തീരുമാനം എടുത്തു. എനിക്ക് വേറൊന്നും മാറ്റാൻ പറ്റില്ല. എനിക്ക് മാറ്റാൻ പറ്റുന്ന ആകെ ഒന്നേ ഉള്ളൂ, എന്നെ മാത്രം. എന്റെ മാറ്റങ്ങൾ മാത്രമാണ് എനിക്ക് എന്തെങ്കിലും മാറ്റം വരത്തുള്ളൂ. കാരണം എനിക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഇനി രക്ഷപ്പെടാൻ ഒരു ഓപ്ഷനും ഇല്ല. ഞാൻ എന്നെ മാറ്റിയെടുക്കുക. അപ്പൊ ഞാൻ എന്നെ തന്നെ മാറ്റിയെടുത്താൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ആവുള്ളൂ എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. അങ്ങനെ എനിക്ക് എന്നിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ കുറച്ച് ഫാക്ടേഴ്സ് എനിക്ക് നിങ്ങളോട് കൂടി ഡിസ്കസ് ചെയ്തേ പറ്റൂ. ഈ ഒരു ന്യൂ ഇയറിന് മുന്നായിട്ട് ഏർലി മോർണിംഗ് വേക്കപ്പ്, 5 മണിക്ക് എണീക്കുക. ഈ 5 മണിക്ക് എണീക്കല് കുറേ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. നമ്മളെല്ലാം അതൊക്കെ സിമ്പിൾ ആയ കാര്യമില്ലേ? 5 മണിക്ക് എണീക്കല് സിമ്പിളാണ്, പക്ഷെ പ്രാക്ടിക്കലാക്കാൻ ഈസിയല്ല. ഡെയിലി ബേസിസിൽ പ്രാക്ടിക്കലാക്കാൻ ഒട്ടും ഈസിയല്ല. ഫസ്റ്റ് 30 days എങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളത് പ്രാക്ടിക്കലാക്കിയാൽ പിന്നെ എല്ലാം റുട്ടീനായി വന്നോളൂ. പക്ഷെ അത് നമ്മളിൽ മിക്കവരും അത് നമുക്ക് പ്രാക്ടിക്കലാക്കാൻ ബുദ്ധിമുട്ടാണ്. ദെൻ സെക്കൻഡ് തിങ്, എക്സസൈസ്. ഫിസിക്കൽ എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ബോഡി. നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനും നമ്മളുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ആക്കാനും നമ്മളുടെ ഒരു കരുത്ത്, മനസ്സ് ഏത് പ്രതിസന്ധി വന്നാലും നമുക്ക് തരണം ചെയ്യാനുള്ള ഒരു മനസ്സിന്റെ ഒരു ഊർജ്ജം കിട്ടാൻ, എനർജി കിട്ടാൻ ഫിസിക്കൽ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ എക്സസൈസ് ആണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ബ്രീത്തിങ് എക്സസൈസ്. ഇന്റേണൽ ഓർഗൻസിന് വേണ്ട എനർജിയും ഇന്റേണൽ ഓർഗൻസിന് വേണ്ട ഓക്സിജനും കാര്യങ്ങളും പല താളങ്ങളിലുള്ള കിട്ടാനുള്ള നമ്മുടെ മനസ്സിന്റെ പവർ നിലനിർത്താനായിട്ടാണെങ്കിലും ശക്തിക്കും കോൺഫിഡൻസിനും എല്ലാം ഈ ബ്രീത്തിങ് എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കഴിഞ്ഞാൽ ഒരു കുപ്പി വെള്ളം കുടിക്കുക. ഈ പറഞ്ഞ 4 കാര്യങ്ങളും ചുമ്മാ ഞാൻ ചെയ്തു തുടങ്ങിയതാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ ചെറിയ മാറ്റമാണെങ്കിലും അത് ഭയങ്കര വലിയൊരു ഔട്ട്പുട്ടായിരുന്നു എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന ഈ 4 കാര്യങ്ങൾ, അതായത് നമ്മൾ പലരും നമ്മുടെ സമയം മോശമാണ്, നമ്മുടെ ഇനി നമുക്ക് പ്രോബ്ലമാണ്, നമ്മൾ ജോലിയെ കാണാൻ പോകും, അവിടെ പോവും, ഇവരെ പോവും, നമ്മളുടെ സിറ്റുവേഷൻ നമ്മൾ വിചാരിക്കും നമുക്ക് എന്താ മാറ്റങ്ങൾ വരാത്ത ജീവിതത്തിൽ. മാറ്റം നമുക്ക് ജീവിതത്തിൽ വരണമെങ്കിൽ നമ്മൾ മാറണമെങ്കിൽ പെയിൻ ഇല്ലാതെ നമുക്ക് ഗെയിൻ ഇല്ല. എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം. അതാണ്, നമ്മൾ കഷ്ടപ്പെടാതെ നമുക്കൊന്നും ഗെയിൻ ചെയ്യാൻ പറ്റില്ല. സോ കഷ്ടപ്പാട്, ഇതിലെല്ലാം ഭയങ്കര കഷ്ടപ്പാടാണ്. ഏർലി മോർണിംഗ് വേക്കപ്പ് ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷെ അത് റുട്ടീൻ ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ ശീലങ്ങളുടെ ഭാഗമാവും. ഇപ്പോഴും നമ്മളെ ഷാർപ്പൺ ചെയ്യാൻ ശ്രമിക്കുക ത്രൂ ഈ പറഞ്ഞ ഏർലി വേക്കപ്പ്, പിന്നെ ഫിസിക്കൽ എക്സസൈസ്, പിന്നെ ബ്രീത്തിങ് എക്സസൈസ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു മെഡിറ്റേഷൻ ഉണ്ട്, വെരി പവർഫുൾ ആണ്. നമ്മളെ പ്യൂരിഫൈ ചെയ്യാനുള്ള, നമ്മളുടെ ഒരു ഫോക്കസിങ് എല്ലാം കറക്റ്റ് ആക്കാനാണ് മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷൻ നോർമലി നമുക്ക് നോക്കും പലരും പറയും എനിക്ക് മെഡിറ്റേഷൻ കിട്ടുന്നില്ല.
ഇങ്ങനെ മെഡിറ്റേഷൻ കിട്ടും. നോർമലി നമുക്ക് സ്റ്റാർട്ടിങ് പുതിയതായ ആളുകൾക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഫോക്കസ് ചെയ്യാൻ കിട്ടില്ല. പക്ഷേ ഈ മെഡിറ്റേഷൻ കിട്ടണമെങ്കിൽ ഈ ബ്രീത്തിങ് എക്സസൈസും ഫിസിക്കൽ എക്സസൈസും കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മെഡിറ്റേഷനിൽ ഒരു പുതിയതായ ആളുകളാണെങ്കിലും അവർക്ക് കുറച്ചും കൂടി പവർഫുള്ളി അവർക്ക് കുറച്ചൊരു ഫോക്കസ് ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതായ, നമ്മൾ അപ്ലിഫ്റ്റിംഗ്, നമ്മളുടെ ഒരു ബെറ്റർ വേർഷൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. റിയലി നമുക്ക് സീരിയസ് ആയി നമുക്ക് മാറ്റണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ മാറ്റാൻ ഞാൻ ചെയ്ത കാര്യങ്ങളായിരുന്നു ഇത്. എനിക്ക് വന്നിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തായാലും ഞാൻ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് എനിക്ക് മാറ്റങ്ങൾ സംഭവിച്ചത്. ആ മാറ്റങ്ങൾ സംഭവിച്ച ഈ 4 ഫാക്ടേഴ്സ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കാൻ എനിക്ക് വയ്യ. അതൊന്ന്. ഇതിനോട് കൂടെ നമുക്കുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ 2 ഫാക്ടേഴ്സാണ് ബുദ്ധിയും ശ്രദ്ധയും. നമ്മൾ ഇതെല്ലാം ചെയ്തു, ബുദ്ധിയില്ലാത്ത തീരുമാനങ്ങൾ എടുക്കുക, ശ്രദ്ധയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക. ഇത് രണ്ടും നമ്മളെ ഫോക്കസിങ്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മുടെ ഡെസ്റ്റിനേഷൻ അതിൽ നിന്ന് നമ്മളെ ഡൈവേർട്ട് ചെയ്ത് വിടും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ബുദ്ധിയാണ് ദൈവം, ശ്രദ്ധയാണ് ഭക്തി എന്ന് പറയും അല്ലേ. ഈ ബുദ്ധിയും ശ്രദ്ധയും അതിലുള്ള ചെറിയ ഹൃദയം കൂടി നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കൂ. ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അവിടെയാണ് ലെജൻസ് പിറവിയെടുക്കുന്നത്. ആ ലെജൻസിനെ പോലെ നമുക്കും ആവണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ലെജൻസ് ആവണമെങ്കിൽ വെറുതെ ഇരുന്ന് നമുക്ക് സാധാരണപ്പെട്ട ആളുകളെ പോലെ 1000-ൽ ഒരുവനാവാതെ 1000-ൽ ഒരേ ഒരുവനാവുക എന്ന് എനിക്ക് 10ാം ക്ലാസ് പഠിക്കുന്ന ഓട്ടോഗ്രാഫിൽ ഒരാൾ എഴുതുമായിരുന്നു. പക്ഷെ അന്ന് എനിക്കതിന്റെ മീനിങ് അറിയില്ലായിരുന്നു. പക്ഷെ നമ്മൾ 1000-ൽ ഒരേ ഒരുവനാവണമെങ്കിൽ നമ്മൾ 1000 പേര് ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. എന്നാൽ നമുക്ക് 1000-ൽ ഒരേ ഒരുവനാവാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്ന പോലെ അല്ലാതെ അസാധാരണമായ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ കുറച്ച് നമ്മൾ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു ജ്യോതിഷനെയും നിങ്ങൾ കാണണ്ട. നമ്മുടെ രാശി അതാണ്, ശുക്രൻ അതാണ്, ചന്ദ്രൻ ഇതാണ്, നമ്മുടെ ഗ്രഹങ്ങളെ പറ്റി എല്ലാം പറഞ്ഞോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കും ടു എ സർട്ടൻ എക്സ്റ്റെന്റ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ്. സോ 2026 നിങ്ങളുടെ കയ്യിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലായിരിക്കണം. ഒരിക്കലും അത് വേറൊരാൾക്ക് വിട്ടുകൊടുക്കരുത്. വേറൊരാളുടെ ഇൻഫ്ലുവൻസ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. നമ്മളായിരിക്കണം ലീഡ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിനെ. അങ്ങനെ ആവുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിന് മുന്നിൽ നമുക്ക് മാറിക്കിട്ടും, വൈപ്പ് ഔട്ട് ആവും. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് പറയുന്ന കാര്യങ്ങളാണ്. സോ ഒരു ഏറ്റവും അടിപൊളിയായിട്ടുള്ള 2026 നിങ്ങൾക്ക് കിട്ടട്ടെ. ഏറ്റവും നല്ല രീതിയിലുള്ള റെസൊല്യൂഷൻസ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലിക്കപ്പെടുന്ന റെസൊല്യൂഷൻസ് മാത്രം നിങ്ങളുടെ വായിന്ന് വരട്ടെ. ആൻഡ് വെരി ഗുഡ് ലക്ക്.